305 പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷിഫ്ന. ഇന്നത്തെ ഈ സുദിനത്തിൽ നമ്മളോട് സംസാരിക്കാനെത്തുന്നത് ഡോക്ടർ എ സൈഫുദ്ദീൻ സാറാണ്. അദ്ദേഹം തിരൂരങ്ങാടി PSMO കോളേജിൽ നിന്നും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയി വിരമിച്ചു. എടവണ്ണ ജാമിയ നദവിയയിലെ ഫിസിക്കൽ ഡയറക്ടറും ഫിഫ റഫറീസിന്റെ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറും ആണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ മെമ്പറും കേരള ഒളിമ്പിക് അസോസിയേഷൻ മെമ്പറും കേരള ടെന്നീസ് അസോസിയേഷൻ മെമ്പറും ആണ്. എടവണ്ണ ആരോഗ്യ കൂട്ടായ്മയുടെ ചീഫ് ഇൻസ്ട്രക്ടർ കൂടിയാണ്. ഡോക്ടർ എ സൈഫുദ്ദീൻ സാറിന് ഡിവിഷൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡിവിഷൻ പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡത്തിനെയും ഡിവിഷന്റെ അണിയറ പ്രവർത്തകരെയും കൂടാതെ ഡിവിഷന്റെ നല്ലവരായ പ്രേക്ഷകരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റെടുക്കുന്നതിനായി ഡോക്ടർ സൈഫുദ്ദീൻ സാറിനെ ക്ഷണിക്കുന്നു. സർ, പ്ലീസ്. താങ്ക് യു ഷിഫ്ന ജലാലുദ്ദീൻ. ഓക്കെ, നമുക്കറിയാം ഇന്നത്തെ ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരോഗ്യത്തിന് നിർവചനം കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ബോത്ത് ഇൻ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ. ശാരീരികമായിട്ടും മാനസികമായിട്ടും അതേപോലെ തന്നെ സാമൂഹ്യപരമായിട്ടും ഉന്നതിയിലുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു പ്രക്രിയ, അതിനാണ് ഹെൽത്ത്, ആരോഗ്യം ഉണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ജോലി വളരെ അനായാസം ചെയ്യുവാനുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. വെൽനസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും അതേപോലെ തന്നെ ചിന്താപരമായിട്ടും ഒക്കെയുള്ള ഒരു ഉന്നതിയിലുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൂഡിനാണ് വെൽനസ് എന്ന് പറയുന്നത്. ഈ മൂന്ന് സംഗതികളുടെയും ഇമ്പോർട്ടൻസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ നിത്യ ജീവിതത്തിൽ ഈ മൂന്ന് സംഗതികളും അതിൻ്റെ ആവശ്യകതയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ ഏരിയയിൽ, മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് 3 ഇൻഡസ്ട്രിയിലാണ് പണം മുടക്കിയാൽ പിന്നോട്ട് പോകില്ല അല്ലെങ്കിൽ ലാഭം ഉണ്ടാകും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയാണ്, വിദ്യാഭ്യാസ മേഖല. മറ്റൊന്ന് ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യുന്ന മേഖലയാണ്. മറ്റൊന്ന് ഇപ്പോൾ കുറെ കാലമായിട്ട് ഹോസ്പിറ്റൽ മേഖല. ഓക്കെ, ഈ 3 മേഖലയും ഒരിക്കലും തന്നെ അതിലിറക്കിയ പണം എന്താ പറയാ അതിന് പിന്നോട്ട് വരുന്ന ഒരു വിഷയം വരുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പറഞ്ഞ പോലെ ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് വെൽനസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോ ഹെൽത്ത് എക്സസൈസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ചേഞ്ചസ് വരും, നമ്മൾ കുറെ കേട്ടത് തന്നെയാണ്. നമ്മൾ ഒരുപടി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം റിസർച്ചിലൂടെ, ഗവേഷണത്തിലൂടെ തെളിയിക്കപ്പെട്ട സംഗതികളാണ്. ആ ഹോർമോൺസ് ഏതൊക്കെയാണ്? അഡ്രിനാലിൻ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകമായിട്ട് ഇൻസുലിനും പ്രത്യേകമായിട്ട് ഉണ്ടാകും. അഡ്രിനാലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് റേറ്റ് വർദ്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് എനർജി ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു. നമുക്ക് ആവശ്യമുള്ള എനർജി ഈ ഹോർമോണിലൂടെ നമുക്ക് സംജാതമാകുന്നു. ഇതെല്ലാം എക്സസൈസിലൂടെ, വ്യായാമത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ്. അതേപോലെ എന്താണ് കോർട്ടിസോൾ? ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് മാനേജ് ചെയ്ത് നമുക്ക് വേണ്ട ഇന്ധനം, നമുക്ക് ഒരു ലൈഫിക്ക് വേണ്ട ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ട എനർജി ബൂസ്റ്റ് ചെയ്യപ്പെടാൻ ഈ കോർട്ടിസോൾ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഇൻസുലിൻ. ആ ഇൻസുലിൻ പ്രത്യേകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതേപോലെ നമ്മുടെ ശരീരത്തിലെ എന്താ പറയാ ബ്ലഡില് ഷുഗർ മാനേജ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ ഈ കൊളസ്ട്രോൾ ലെവൽ മാനേജ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ ആണ് ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മൾ ഡെയിലി എക്സസൈസ്, വ്യായാമം ചെയ്യുന്നതിലൂടെ സംജാതമാകുന്നത്. എക്സസൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 6 കോമ്പണൻസിന്റെ ഉൽപാദനമാണ്. അല്ലെങ്കിൽ 6 കോമ്പണൻസ് നമ്മുടെ ശരീരത്തിൽ
ഉണ്ടായിത്തീരുന്നു. ഒന്ന് നമുക്ക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ, അത് നമ്മുടെ ശരീരത്തിന് ഉണ്ടായിത്തീരും. ദീർഘകാലം എക്സസൈസ് ചെയ്തൊരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ഒരു കഴിഞ്ഞ 20 വർഷം എ എന്ന വ്യക്തി വിവിധ എക്സസൈസുകൾ ചെയ്യുന്നു, ബി എന്ന വ്യക്തി ഒരു എക്സസൈസും ചെയ്യുന്നില്ല എങ്കിൽ ഈ എ എന്ന വ്യക്തിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ശരീരത്തിൽ എന്തുണ്ടാവും? നല്ല സ്ട്രെങ്ത്, നല്ല സ്റ്റാമിന ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക്. സ്റ്റാമിന നമുക്കറിയാം, സ്റ്റാമിന അല്ല സ്ട്രെങ്ത്, നല്ല പവർ നമുക്കറിയാം. അത് നമുക്ക് ഏത് ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ ഒന്നാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിന് എജിലിറ്റി വർദ്ധിപ്പിക്കപ്പെടുന്നു. എജിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് നമ്മുടെ ശരീരം ടേൺ ചെയ്യുവാനുള്ള കഴിവ്, പെട്ടെന്ന് ശരീരത്തെ തിരിക്കുവാനുള്ള കഴിവ്. ഏതെങ്കിലും ഒരു വാഹനമോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗമോ ഒക്കെ നമ്മുടെ നേരെ പാഞ്ഞടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വെട്ടിമാറി ആ ഒരു ഡേഞ്ചർ ഒഴിവാക്കാനുള്ള ഒരു കഴിവ്, എജിലിറ്റി നമ്മുടെ ശരീരത്തിന് സംജാതമാകുന്നു. അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി എന്നത് മെയ്വഴക്കം നമുക്കറിയാം. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിന്റ്സിനൊക്കെ നല്ല മെയ്വഴക്കം ഉണ്ടായിത്തീരും. അതേപോലെ എൻഡുറൻസ് വിൽ ബി ഇൻക്രീസ്ഡ്. എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ പ്രത്യേക ജോലി വളരെ അധിക സമയം ഒരു ക്ഷീണവും നമുക്ക് അനുഭവപ്പെടാതെ ചെയ്യുവാനുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് എൻഡുറൻസ് എന്ന് പറയുന്നത്, സ്റ്റാമിന. അതേപോലെ 6ാമത്തെ കോമ്പണന്റ് ആണ് സ്പീഡ്. നമ്മുടെ ശരീരത്തിന് നടക്കുവാനും അതേപോലെ എന്ത് പ്രവൃത്തി ചെയ്യുവാനും നമ്മുടെ ശരീരത്തിന് ഒരു സ്പീഡ് ഉണ്ടായിരിക്കും ഏതൊരു പ്രവൃത്തി ചെയ്യുവാനും. ഈ എക്സസൈസ് ചെയ്യാത്ത വ്യക്തികൾക്ക് ആ ഒരു സ്പീഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള ഈ 6 കോമ്പണൻസ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് റൊട്ടേഷൻ എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. മൂവിങ്, ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നടത്തം മാത്രം. ഓക്കെ, മറ്റു എക്സസൈസുകളൊന്നുമില്ല. മറ്റു എക്സസൈസുകളൊന്നും ചെയ്യാതെ വെറും നടത്തം മാത്രമാണെങ്കിൽ നമുക്ക് ഈ 6 കോമ്പണൻസും നമ്മുടെ ശരീരത്തിൽ സംജാതമാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നടത്തം മാത്രം പോരാ, നടത്തത്തിൽ നമ്മുടെ കുറച്ചൊരു ഹിപ്പ് ഫ്ലെക്സിബിലിറ്റിയും അതിലെ ലെഗ് സ്ട്രെങ്ത്തും ഒക്കെ കൂടുകയുള്ളൂ. പക്ഷെ ഈ സ്ട്രെങ്തും എജിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും എൻഡ്യൂറൻസും സ്പീഡും നമുക്ക് ഇൻക്രീസ് ചെയ്യുവാൻ, അധികരിപ്പിക്കുവാൻ നടത്തം മാത്രമാവുന്നതിലൂടെ സാധ്യമാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ നമുക്കറിയാം, നമ്മളിപ്പോ ഇപ്പോഴത്തെ മോഡേൺ ഏരിയയിൽ, എസ്പെഷ്യലി മലബാർ ഏരിയ, നമ്മൾ 3 സംഗതികൾ നമ്മൾ എസ്പെഷ്യലി ആഫ്റ്റർ 45 years ഓഫ് ഏജ് നമ്മൾ 3 സംഗതികൾ നമ്മൾ ശ്രദ്ധാലുക്കളാവേണ്ടിയിരിക്കുന്നു. ഒന്ന്, നമ്മൾ നമ്മുടെ ഫുഡ് മോഡിഫിക്കേഷൻ ആണ്. നമുക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കുകയും എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ രോഗം വരാതിരിക്കുവാനുള്ള ഫുഡ് ഒഴിവാക്കുകയും ആ രോഗം വന്നു കഴിഞ്ഞാൽ ചില പ്രത്യേക ഫുഡ് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. ആ രോഗം മാറുവാനുള്ള, അത് ക്യൂർ ചെയ്യാനുള്ള ഫുഡ് കഴിച്ചും നമ്മൾ ഫുഡ് മോഡിഫൈ ചെയ്യണം. അതേപോലെ 2ാമത്തെ സംഗതി എക്സസൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. 3ാമത്തെ സംഗതി, എന്തെങ്കിലും അസുഖം വന്നാൽ പ്രോപ്പർ മെഡിക്കേഷൻ. ഈ 3 സംഗതികൾ എല്ലാവരും തന്നെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്, എസ്പെഷ്യലി ആഫ്റ്റർ 45 years ഓർ 50 years ഓഫ് ഏജ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സത്യത്തിൽ നമ്മൾ മെയിൻ ഫുഡിലെല്ലാം ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 6 തരത്തിലുള്ള പോഷകങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, നമുക്ക് വേണ്ടത് പ്രോട്ടീൻ ആണ്. നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് പ്രോട്ടീൻ കിട്ടണം. മറ്റൊന്ന്, നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന മിനറൽസ് ആണ്. മറ്റൊന്ന് കാർബോഹൈഡ്രേറ്റ്, 4ാമത്തത് വിറ്റാമിൻ, 5 ഫാറ്റ്, 6ാമത്തത് വാട്ടർ. ഫാറ്റ് നമ്മുടെ ശരീരത്തിന്, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്, പക്ഷെ അത് അധികരിക്കുമ്പോഴാണ് നമുക്ക് ഒബേസ് ആയിത്തീരുന്നത്. അപ്പൊ ഈ ബാലൻസ്ഡ് ഡയറ്റുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ മെയിൻ ഫുഡിൽ അത്തരത്തിലുള്ള ഈ 6 സംഗതികളുടെയും ഒരു ബാലൻസിങ് വരുത്തൽ നിർബന്ധമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സിനാരിയോയിൽ, നമ്മുടെ ഈ മലപ്പുറം അല്ലെങ്കിൽ എന്താ പറയാ, ഈ മലബാർ കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ മെയിൻ ഫുഡിൽ അധികം കിട്ടുന്ന 70-75% നമ്മൾ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഒരു 10, 15, 20, 30 വർഷം അങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ടിരുന്നാൽ ഈ ഷുഗർ വരാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് അതിനെ കാണാം. വ്യക്തമായിട്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ ഏരിയയിൽ അനുഭവപ്പെടുന്ന ഒരു രോഗമാണ് ഷുഗർ. അതേപോലെ തന്നെ ഷുഗറും യൂറിക് ആസിഡും നമ്മൾ, അതേപോലെ പ്രഷർ, ഈ 3 സംഗതികൾ എന്തായാലും നമ്മൾ കൺട്രോൾ ചെയ്തേ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ. അപ്പോ ഈ കാർബോഹൈഡ്രേറ്റിന് ഡ്യൂ ടു ഓവർ ഇൻടേക്ക് ഓഫ് ദിസ് കാർബോഹൈഡ്രേറ്റ് ഫോർ എ ലോങ് പീരീഡ് വി ആർ അണ്ടർഗോയിങ് സോ മെനി ഇൽനെസ്. അപ്പൊ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കേണ്ടത് ഈ ബാലൻസ്ഡ് ഡയറ്റ് ആണ്. പ്രോട്ടീനും മിനറൽസും കാർബോഹൈഡ്രേറ്റും വിറ്റാമിനും ഫാറ്റും വാട്ടറും
ഒരേ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. വളരെയധികം ശ്രദ്ധിക്കണം. കഴിയുന്നത്ര നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഓരോരുത്തരുടെയും എന്താ പറയുക, ഓരോരുത്തരുടെയും പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അതിൽ വേണം. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾക്ക് കിട്ടുന്ന ഏകദേശം എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും വിഷമയമാണ്. കഴിയുന്നത്ര അതിൽ ഒരു ഇത് വേണം, എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. അത് എന്താണ് പറയാ, ഇൻസുലിൻ നമുക്ക് ആവശ്യമായ ഒരു സംഗതിയാണ്. അത് ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ശരീരത്തിൽ സംജാതമാവും. ഞാൻ ഈ സൂം മീറ്റിംഗിന്റെ അവസാനത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പാർട്ടിസിപ്പൻസിന് വേണ്ടി തരികയാണ്. നമ്മൾ യൂട്യൂബിലൂടെ എല്ലാം കേൾക്കുന്നതാണ്, കാണുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ എക്സസൈസ് എന്ന ഈ വ്യായാമം എല്ലാവരും ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. കാരണം ഇത്തരത്തിലുള്ള ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ സംഗതികളും എല്ലാം റിസർച്ചിലൂടെ, ഗവേഷണത്തിലൂടെ പ്രൂവ് ചെയ്ത സംഗതികളാണ്. അവസാനത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് ഇന്ററാക്ഷന് വേണ്ടി പിന്നെ ഇന്ററാക്ഷന് വേണ്ടി നീക്കിവെക്കാം. അപ്പോ അത് സൂം മീറ്റിംഗ് ചെയ്യുന്ന ഷഫ്ന ജലാലുദ്ദീൻ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത്തരമൊക്കെ സംഗതികളെ മൊത്തത്തിൽ പറയാനുള്ളൂ. എങ്കിലും നമുക്ക് നമ്മുടെ സിനാരിയോയിൽ നമുക്കറിയാം, നമ്മൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഞാൻ കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഇന്ന് ഇവിടെ ഈ ഫ്ലോറിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, ഇതിന് വന്ന എല്ലാവർക്കും നന്ദി പറയുവാനും ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾക്ക് അറിയാം, ഈ സ്ട്രെങ്ത് എന്താണെന്ന് പറഞ്ഞു, എജിലിറ്റി പറഞ്ഞു, ഫ്ലെക്സിബിലിറ്റി, എൻഡ്യൂറൻസ്, സ്പീഡ്, കോർഡിനേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. അതേപോലത്തെ ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ ഹെൽത്തിന്റെ പിന്നെ ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത് WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അത് ഇപ്പോൾ ഷുഗർ ലെവലാണെങ്കിലും കൊളസ്ട്രോൾ ലെവലാണെങ്കിലും അതേപോലെ മറ്റു ഏത് എലമെന്റ്സിന്റെ ലെവലെല്ലാം എത്ര വേണം എന്നുള്ളത് ഓരോ രാജ്യത്തും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. അതെല്ലാം നിർണയിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ്. അപ്പോ എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധ വേണം എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി പാർട്ടിസിപ്പൻസ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചോദിക്കാം. അത് നമ്മുടെ അഡ്മിൻ അത് വേണ്ട പോലെ കോർഡിനേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ പറയാ, പാർട്ടിസിപ്പൻസിനുള്ള ഒരു സമയമാണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാറേ. പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വന്നത് മൾട്ടി വിറ്റമിൻസ് കഴിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അതെ, മൾട്ടി വിറ്റമിൻസ് എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഇപ്പോ ഈ വെൽനസ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരുപടി വെൽനസ് പ്രൊഡക്ട്സ് നമ്മൾക്ക് പല ഏരിയയിലും കിട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങി കഴിക്കുന്നതോടുകൂടി അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഒരു മെഡിക്കൽ ഓഫീസർ അടുത്ത് ചെന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഘടന, ശരീരത്തിന്റെ മറ്റു അവസ്ഥകളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വെൽനസ് പ്രൊഡക്ട്സ് ഇപ്പൊ ധാരാളം അവൈലബിൾ ആണ്. അപ്പൊ അത് ഓരോന്ന് വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമുണ്ടോ? ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് നീഡും ഒക്കെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അത് മൾട്ടി വിറ്റമിൻസ് കഴിക്കുമ്പോൾ അത് എക്സീഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ആവശ്യമുള്ള അതിൽ പറഞ്ഞ സംഗതികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് കഴിക്കുന്നതോടുകൂടി നമ്മൾ എന്താ പറയാ, അത് നമ്മൾ ആ പ്രത്യേകമായിട്ടുള്ള മൂലകം നമ്മുടെ ശരീരത്തിൽ അധികമാവുകയും അത് നമ്മുടെ ഹെൽത്തിന് ഇൻഡയറക്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോ ഗുഡ് മോർണിംഗ് സർ.
ഗുഡ് മോർണിംഗ്. ഈ ഹെൽത്തിന്റെ കാര്യത്തിൽ എത്ര മണിക്കൂർ ഉറക്കം വേണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. പല തരത്തിലുള്ള കോൺട്രവേഴ്സികൾ അതിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് ഉറക്കവും ഹെൽത്തും തമ്മിൽ കണക്ട് ചെയ്യുന്നത്? ഉറക്കം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ എല്ലായിടത്തും കേട്ടതാണ്, മിനിമം 8 hours വി ഹാവ് ടു സ്ലീപ്പ്. 8 മണിക്കൂറെങ്കിലും മിനിമം. അത് ഇപ്പോൾ 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. അപ്പൊ നമ്മൾ രാത്രി ഒരു 3 മണിക്ക് വന്ന് കിടന്നു, രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യാൻ അവിടെ കൂട്ടായ്മക്ക് പോകണം, 6:30 മണിക്ക് എണീറ്റ് പോകുന്നതിൽ അർത്ഥമില്ല. നമ്മൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉറക്കിനാണ്. നമ്മൾ എസ്പെഷ്യലി 45 വയസ്സിന് ശേഷം 50 വയസ്സിന് ശേഷം ഉറക്കം, അതായത് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്കവറി പീരീഡ് ആണ്. റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി ആദ്യത്തെ അവസ്ഥയിലേക്ക് എത്തുന്നു. ഉറക്കം ഒന്നും കൊണ്ട് ഒരു ജോലി ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് തലവേദനയും അതേപോലെ ബോഡി പെയിൻ എല്ലാം അനുഭവപ്പെടും. അപ്പോൾ ഉറക്കം നിർബന്ധമായിട്ടും. ഇപ്പോ ഒരാൾക്ക് ഒരു രാത്രി 3 മണിക്കൂറേ ഉറങ്ങാൻ സാധിച്ചുള്ളൂ, അതേസമയം 4 മണിക്കൂറേ ഉറങ്ങാൻ സാധിച്ചുള്ളൂ, രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറും ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ആ ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ബാക്കിയുള്ള ഉറക്കം പിന്നെ രാവിലെ അത് എണീറ്റതിന് ശേഷമെങ്കിലും ഉറങ്ങി തീർക്കണം എന്നുള്ളതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. മിനിമം 7 hours റെസ്റ്റ് നിർബന്ധമാണ്. അതാണ് ഉറക്കത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പൊ പലരും ഒരു 5 മണിക്കൂർ ഒക്കെ ഉറങ്ങുന്നുള്ളൂ. ഇപ്പോഴത്തെ ഉറക്കമൊക്കെ ഇപ്പോഴത്തെ ന്യൂജനെല്ലാം ആകെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം എല്ലാ സോഷ്യൽ മീഡിയയിലും നോക്കിക്കൊണ്ട് അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഉറങ്ങാൻ വേണ്ടി മാത്രം ആണ് പണ്ടുള്ളവരൊക്കെ ആദ്യം വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഉറക്കത്തിലേക്ക് അങ്ങനെ പോവുക ചെയ്യുന്നത്. ഇന്നങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം. ഉറക്കം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിതിൻ 24 hours നമ്മളത് മേക്കപ്പ് ചെയ്യുകയായിരിക്കും നന്നായിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഉറക്കം എന്ന് പറഞ്ഞാൽ റിക്കവറി പീരീഡ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണിച്ച അവസ്ഥയിൽ നിന്നും അതിന്റെ ആദ്യത്തെ പ്രൈമറി സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഉറക്കം. അതിൽ യാതൊരു സംശയവുമില്ല. ദെൻ സ്ലീപ്പിംഗ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെന്റൽ ആറ്റിറ്റ്യൂഡ് ആൾസോ. നമ്മൾ മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടില്ല. അത് ഇറ്റ്സ് എ മെന്റൽ പ്രോസസ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കഴിയുന്നത്ര സ്ട്രെസ്സിലേക്കും സ്ട്രെയിനിലേക്കും പോകുന്ന അവസ്ഥയിലേക്കുള്ള പ്രവർത്തികളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏക മാർഗം. താങ്ക് യു സർ. ഉറക്കം ക്വാളിറ്റി കൂട്ടാനും പീരിയഡ് കൂട്ടാനും എന്തെങ്കിലും എക്സസൈസ്? ഒന്നുകൂടെ പറയും. ഉറക്കത്തിന്റെ ക്വാളിറ്റി കൂട്ടാനും പിന്നെ പീരിയഡ്, അതായത് ഡ്യൂറേഷൻ കൂട്ടാനും എക്സസൈസ് എന്തെങ്കിലും പ്രൊപ്പോസ് ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും എക്സസൈസിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ പിന്നെ ആക്റ്റീവ് സെൽസുകളും വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന സെൽസിനെല്ലാം ആക്റ്റീവ് ആക്കപ്പെടുന്നു എക്സസൈസിലൂടെ. അപ്പോ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ സെൽസ് എല്ലാം ആക്റ്റീവ് ആകുമ്പോൾ ആ സെൽസിന് റെസ്റ്റ് വേണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ആവശ്യമായി വരും. അങ്ങനെ നമുക്ക് ഉറക്കക്ഷീണം വരുന്നു. അങ്ങനെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എക്സസൈസും സ്ലീപ്നെസ്സും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്. ഓക്കെ, അപ്പോ നമുക്കിപ്പോ ഇപ്പോ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് രാത്രി ഒരു 2 മണി അല്ലെങ്കിൽ 3 മണിക്ക് പെട്ടെന്ന് നമ്മള് ഉറക്കത്തിൽ നിന്നും വേണ്ടിയിട്ട് ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ തീരെ ഉറക്കം കിട്ടുന്നില്ല. നമ്മളൊരു 25 ടൈംസ് ഇൻഹെയിലും ഒരു 25 ടൈംസ് എക്സെയിലും ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉറക്കം വരും. ഒരു 25 പ്രാവശ്യം മൂക്കിലൂടെ മേലോട്ട് ഡീപ്പ് ഇൻഹെയിലും ഒരു 25 പ്രാവശ്യം അതേപോലെ തന്നെ ഒരു ഡീപ്പ് എക്സെയിലും ചെയ്താൽ നമ്മളെ വെയിൻ ഉദ്ദീപിക്കപ്പെടുന്നു. അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉറക്കം ഫീൽ ചെയ്യും, നമുക്ക് ഉറങ്ങാൻ സാധിക്കും. അതൊരു റെമഡിയാണ്. ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് 25-30 തവണ ഇൻഹെയിലും 30 തവണ എക്സെയിലും ചെയ്താൽ നമുക്ക് ഉറക്കം കിട്ടും. ഉറക്കം നിർബന്ധമാണ് അക്കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഈ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യുമ്പോഴേ ഇപ്പോൾ അതിനെ കുറിച്ചൊരു കോൺട്രവേഴ്സി, നോർമൽ വാല്യൂസിനെ കുറിച്ച്. അതിപ്പോ ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഇത്ര എന്നുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ്. അതിന് ഇപ്പോ അഭിപ്രായം എന്താ? ഇപ്പൊ HbA1c ആണെങ്കിലും ഇപ്പൊ പുതിയ വാട്സപ്പിലും ഇതിലൊക്കെ കുറെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സാറിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സിനാരിയോയില് അറിയാലോ, നമ്മൾക്ക് 70 to 110 ആണ് ഷുഗർ ലെവൽ ബ്ലഡിൽ വേണ്ടത്.
ഓക്കെ, അത് ഇന്ത്യൻ സിനാരിയോയിൽ അങ്ങനെയാണ്. ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ആൻഡ് വേരീസ് ഫ്രം ബോഡി ടു ബോഡി. ഓരോ ബോഡിക്കും അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതൊരു ജനറൽ ഇൻഡെക്സ് മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഓക്കെ, അതേസമയം ഒരു 200 ഷുഗർ ലെവലുള്ള ആൾക്കാർ എത്രയോ പേരുണ്ട്, 200-ന് അടുത്തൊക്കെ ഉള്ള, പക്ഷെ ഒരു പ്രശ്നമില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളത് വല്ലാതെ മെഡിസിൻ കഴിച്ച് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് ഫുഡ് മോഡിഫിക്കേഷനിലൂടെയും അതേപോലെ തന്നെ എക്സസൈസിലൂടെയും ഇതെല്ലാം ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ. ഇപ്പോൾ എടവണ്ണ ആരോഗ്യ കൂട്ടായ്മയിൽ ഇവിടെ നടന്നു വരുന്ന ഒരു വർക്കൗട്ട്, ലൈവ് വർക്കൗട്ടാണ്. അതില് 18 പേര് ഷുഗർ പേഷ്യൻസ്. അവര് 4 വർഷം മുന്നേ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രൂവ് ചെയ്താണ്. 4 വർഷം മുന്നാണ് ഈ എടവണ്ണ ആരോഗ്യ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൂട്ടായ്മ ആരംഭിച്ചത്. അപ്പൊ അത് ഈ 12 വ്യക്തികളും ഇപ്പോൾ ഷുഗർ ലെവൽ നോർമലാണ്. ഇപ്പൊ പലരും അതിൽ മരുന്നെല്ലാം നിർത്തി, ഇൻസുലിൻ നിർത്തി. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 6 ദിവസം അവർ വർക്കൗട്ട് ചെയ്യുന്നു. ഒരു ദിവസം റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് റെസ്റ്റ് എടുക്കുന്നത്. ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ദിവസേന 1.5 മണിക്കൂർ ഇവർ വർക്കൗട്ട് ചെയ്യുന്നു. അപ്പൊ ആ വർക്കൗട്ട് അതിൽ 116 ആളുണ്ട്. 6 പേര് MD ഡോക്ടേഴ്സ് ആണ്. അവരൊക്കെ തന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇപ്പോ ഇതിലെ ഉദ്ദേശം എന്ന് പറയുന്നത് അവനവന്റെ ഫിറ്റ്നസ്സും വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട അവനവന്റെ ഹെൽത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവര് വളരെ ഉത്സാഹപൂർവ്വം മുന്നോട്ട് പോകുന്നു. ഇന്ന് ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ഇന്ന് യോഗയാണ്. ഇപ്പോൾ 6:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 7 മണിക്ക് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യും ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം. പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മൾക്ക് ഈ ഷുഗർ ഭയങ്കരമായിട്ട് ഹൈ ഷുഗർ ഉണ്ടെങ്കിൽ അത് മെഡിക്കേഷൻ നിർബന്ധമാണ്. ഒരു 200 വരെയൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എക്സസൈസിലൂടെയും. അതേ ഫുഡ് മോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫുഡ് മോഡിഫിക്കേഷൻ ഷുഗറിന് എങ്ങനെയെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറക്കുക എന്നുള്ളതാണ്. അപ്പൊ അടുത്ത കാലത്ത് വന്നൊരു സംഗതിയാണ് കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞ മാംസ്യം ഭക്ഷിക്കുക എന്നുള്ളത്. അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും ഒരുപാട് ആളുകൾ അതിലേക്ക് പോയിരുന്നു. ഇപ്പൊ അതിനെപ്പറ്റി ചർച്ചയൊന്നും കാണുന്നില്ല. ഏതായാലും ഷുഗറിനെ എങ്ങനെ ഫുഡ് മോഡിഫൈ ചെയ്യണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഷുഗർ 200, 210 വരെ ഉള്ളതെല്ലാം തന്നെ ഫിസിക്കൽ എക്സസൈസിലൂടെയും അതേപോലെ തന്നെ ഇനി അതിന് മുകളിലുള്ളതൊക്കെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഫുഡ് മോഡിഫിക്കേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആൻഡ് റെഗുലർ എക്സസൈസ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ റിവേഴ്സ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാം പ്രൂവ് ചെയ്തതാണ്. അതിനുള്ള ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് എടവണ്ണ ആരോഗ്യ കൂട്ടായ്മയിലെ ഈ 116 ആളുകളും റെഗുലർ വർക്കൗട്ടിന് വരുന്നവരിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. സർ, ചില കുട്ടികളിൽ ഈ മുടി ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് കാണുന്നു. അപ്പൊ അതെന്തെങ്കിലും വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടാണോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് കൊണ്ടാണോ? അതിനെന്തെങ്കിലും ഒരു അത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായും ഭേദമാകാൻ എന്തെങ്കിലും കുട്ടികൾക്ക് മുടി കൊഴിയേ വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ കുട്ടികൾ എന്നല്ല, ഒരു ടീനേജ് പ്രായമുള്ള വട്ടത്തിൽ മുടി ഇങ്ങനെ കൊഴിയുന്നു. അപ്പൊ അതിനെന്തെങ്കിലും അത് വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടാണോ? അത് പിന്നെ ഡോക്ടറോട് തന്നെ ചോദിക്കണം. കാരണം അത് ഡിഫോമിറ്റി ആയിട്ട് വരുന്നതാണ്. അത് സ്ട്രെസ്സിന്റെ ഒരു കാര്യമുണ്ട്, ഒന്ന് ഉറക്കമില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെ ഇപ്പോ എല്ലാം കൺഫ്യൂസ്ഡ് ആണ് കുട്ടികളുടെ തന്നെ. അതായത് ഒരു ഡിസിപ്ലിൻഡ് വേ ഓഫ് ലിവിങ് ഇപ്പൊ ഇല്ല കുട്ടികൾക്ക്. സത്യത്തില് കുട്ടികൾ ലേറ്റ് ആയിട്ടാണ് അധികം, എല്ലാ കുട്ടികളും ഇല്ല, 2 മണിക്കും 3 മണിക്കൊക്കെ വന്ന് കടന്നുറങ്ങുന്നത്, 12 മണിക്ക് വരുന്നുണ്ട്. അതായത് എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ നമ്മുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നാൽ, ഇപ്പൊ കറക്റ്റ് ഉറക്കം, കറക്റ്റ് ഭക്ഷണം, കറക്റ്റ് ഉണരല് പോലത്തെ ഒരു ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുട്ടികളിൽ ഇങ്ങനെ മുടി കൊഴിച്ചില് നമ്മള് സാധാരണ വട്ടത്തിൽ കൊഴിയാന്ന് പറയുമ്പോൾ ഞാൻ അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. മുടി കൊഴിച്ചിലും അതേപോലെ സാധാരണ ഉണ്ടാവാറുണ്ട്. വട്ടത്തിലുള്ളത് മോർ ഇപ്പോ ഒരു 3 മാസത്തേക്ക് ഒരു ഫോർ എക്സാമ്പിൾ അപകടത്തുള്ള കുട്ടി നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഒരു 3 മാസത്തേക്ക് ഒരു ട്രയൽ എന്നുള്ള നിലക്ക് ഞാൻ ഈ പറഞ്ഞ സംഗതികൾ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അതായത് ഡിസിപ്ലിൻഡ് വേ ഓഫ് ലിവിങ്, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കലും കറക്റ്റ് എക്സസൈസ് ചെയ്യലും കറക്റ്റ് ടൈമിൽ ഉറങ്ങലും, ഇതൊക്കെ ഉണ്ടെങ്കിൽ
ഇതിന് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതിന് ശേഷവും അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലത്, ഒരു ഡോക്ടറെ കാണിക്കുകയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു വട്ടത്തിൽ ഇങ്ങനെ മുടി കൊഴിയുന്ന വട്ടത്തിലാണ് ഇപ്പൊ ഈ കുട്ടികളെല്ലാം ഈ ഭാഗങ്ങളിലാണ് ഈ പിന്നെ എന്താ പറയാ ഡ്രസ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത്, മുടി വെട്ടുമ്പോഴേ അത്തരത്തിലുള്ള അപ്പൊ അവിടെ കൊഴിഞ്ഞു പോയിട്ടില്ലെങ്കിലും അവരവിടെ വെട്ടിയിട്ട് ശരിയാക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ഈ സംഗതി ചെയ്തിട്ട് അതിൽ റിസൾട്ട് ഇല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയായിരിക്കും നന്നാവുക. ഞാൻ പറയുന്നത് ഡിസിപ്ലിൻ വേ ഓഫ് ലിവിങ് ആൻഡ് ബ്രിങ് ദ ലൈഫ് ഇൻ ടു എ പോസിറ്റീവ് വേ എന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അത് ഡോക്ടറെ അടുത്ത് പോയി മെഡിസിൻ കഴിക്കുമ്പോൾ അവിടെ മുടി വരുന്നുണ്ട്, പക്ഷെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ആയിട്ട് അതുപോലെ കാണുന്നു. അത് ശരി. ഡോക്ടറോട് തന്നെ ചോദിക്കണം അത്, കാരണം അത് ഒരു ഡിഫോമിറ്റി ആയിട്ട് വരുന്നതാണ്. പറഞ്ഞതുപോലെയുള്ള ഒരു ഇത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, അതും കൂടി അതിലൊരു കാണുന്നുണ്ട്. കഴിക്കുന്നതോടൊപ്പം ഈ ഒരു സംഗതി കൂടി ഈ ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് നീങ്ങിയാൽ അത് ഒരു പരിധിവരെ അതിന് സമാധാനം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഏതായാലും ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. സാറേ, ഒരു ചോദ്യം കൂടി. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള ഒരു MEX7 എക്സസൈസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും കാര്യങ്ങളും സാറിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താ? അല്ല, MEX7 മീൻസ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ, മൾട്ടി എക്സസൈസ് പ്രോഗ്രാം, MEC അല്ലെ, മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. അത് 7 എക്സസൈസ് ആണ്. 7 എക്സസൈസിൽ ഒരു എക്സസൈസിൽ തന്നെ 3 വെറൈറ്റി, അങ്ങനെ 3 × 7 21 എക്സസൈസ് 21 മിനിറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു പിന്നിൽ വന്നിട്ടുള്ള ഒരു അത് ഒരു ടോട്ടൽ എക്സസൈസ് പ്രോഗ്രാം അല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് അതെങ്കിലും എന്നുള്ള ഒരു ഇത് വെക്കുകയാണെങ്കിൽ MEX7 ഈസ് എ ഗുഡ് തിങ്. പക്ഷെ അതിൽ തന്നെ ഞാനതിൽ പറഞ്ഞിരുന്നു, ഞാൻ പിന്നെ അതിന്റെ ആൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതിൽ ഒരു നീ റൊട്ടേഷൻ വരുന്നുണ്ട്. ആ നീ റൊട്ടേഷൻ നമ്മൾ ഒഴിവാക്കണം. കാൽമുട്ട് ഇങ്ങനെ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം 10 ടൈംസ് ആന്റി ക്ലോക്ക് വൈസും 10 ടൈംസ് ക്ലോക്ക് വൈസ്. അത് ഒഴിവാക്കണം, കാരണം നീ റൊട്ടേഷന്റെ ആവശ്യമില്ല നമ്മൾക്ക്. നമ്മൾ നീ റൊട്ടേഷൻ ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ നമ്മുടെ അരേക്കൂട്ടായ്മയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ വൈഫിന് റൊട്ടേറ്റ് ചെയ്തപ്പോൾ അതിന് 68 വയസ്സുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൽ നിന്ന് ഡിസ്ലൊക്കേഷൻ ആയി, റൈറ്റ് നീ ഡിസ്ലൊക്കേഷൻ വന്നു. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. ഒരു സംഗതിയും ചെയ്യാത്ത വ്യക്തികൾക്ക് ഒരു കൂട്ടായ്മയിലൂടെ വന്നിട്ട് ഒരു MEX7 പോലത്തെതെങ്കിലും അതെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അതിലേറെ ബെറ്റർ ആണ് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്. അപ്പൊ ആ ലെവലിൽ അത് നല്ലതാണ്. പക്ഷേ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ജമ്പിങ് ജാക്സിലാണ്. ഒരു 10 ടൈംസ് ജമ്പിങ് ജാക്സ് ഒരു ഭാഗത്തേക്ക്, അങ്ങനെ 5 ഭാഗത്തേക്ക് ജമ്പിങ് ജാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ MEX7 എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കുറച്ച് വാമിംഗ് അപ്പ് ചെയ്യണം, നിർബന്ധമാണ്. അതൊരു 20 മിനിറ്റ്, ഇപ്പത്തോ ഈ തണുത്ത ടൈമിൽ 20 to 30 മിനിറ്റ്സ് വാമിംഗ് അപ്പ് നമുക്ക് ജോഗിങ്ങിലൂടെ ചെയ്യാം, സ്ട്രെച്ചിങ് ആൻഡ് റൊട്ടേഷൻ എക്സസൈസിലൂടെ ചെയ്യാം, ചെറിയ നടത്തത്തിലൂടെ ആവാം. MEX7 ഉദ്ദേശിക്കുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് മൊത്തമായിട്ട്. ഓക്കെ, അത് ഈ പിന്നെ ഈ ടീനേജസിലെ കുട്ടികൾക്കൊന്നും അതൊന്നും ആവില്ല. ഓക്കെ, അപ്പം MEX7 നല്ലൊരു സംഗതി തന്നെയാണ്. പക്ഷെ ആദ്യം നീ റൊട്ടേഷൻ ഒഴിവാക്കണം. ആ എക്സസൈസിലേക്ക് പോകുന്നതിന് മുന്നേ 10, 15, 20 മിനിറ്റ് വാമിംഗ് അപ്പ്, ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. വാമിംഗ് അപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പല ഡിഫോമിറ്റീസും അതിൽ വരുവാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഡിയർ പാർട്ടിസിപ്പൻസ്, ബാക്കി നമുക്ക് ഗ്രൂപ്പിൽ സാറിനോട് ഡൗട്ട് ചോദിക്കാം. ഇവിടെ ടൈം നമുക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ശരീരം കേവലം ഒരു വാസസ്ഥലമല്ല, അത് ആത്മാവിന്റെ ആവിഷ്കാരത്തിനുള്ള മാധ്യമമാണ്. ഓരോ ദിനചര്യയുടെയും യന്ത്രവൽകൃത താളത്തിനിടയിൽ നാം മറന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തം കായബലവും മനസ്സിന്റെ സ്വസ്ഥതയും. ആഴത്തിലുള്ള ഈ ബോധ്യത്തിലേക്ക് ഇന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോയത് ശ്രീ സൈഫുദ്ദീൻ സാറിന്റെ വാക്കുകളാണ്. ആരോഗ്യം എന്നാൽ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, അത് ബോധപൂർവമുള്ള ഒരു ജീവിത സമീപനമാണെന്ന് ചിന്തനീയമായ ഉദാഹരണങ്ങളിലൂടെയും വ്യക്തമായ ഉൾക്കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. വാക്കും അനുഭവവും സമന്വയിപ്പിച്ചുകൊണ്ട്
ജീവിതശൈലിയെ പുനർനിർവചിക്കാൻ നമ്മെ പ്രേരിപ്പിച്ച ഈ മികച്ച പ്രതിപാദനത്തിന് ആദരണീയനായ സൈഫുദ്ദീൻ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ സിജി ഡിവിഷൻ പ്രോഗ്രാമിന്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ഷിഫ്ന മാഡം, മറ്റു ടീം മെമ്പേഴ്സ് എന്നിവർക്കും സ്നേഹം കുറിക്കട്ടെ. അതോടൊപ്പം അറിവിന്റെ ഈ വിനിമയ വേളയിൽ തികഞ്ഞ ഏകാഗ്രതയോടെയും സഹാനുഭൂതിയോടെയും പങ്കുചേർന്ന ഓരോ ശ്രോതാവിനും നന്ദി. നിങ്ങളുടെ ഈ നിശബ്ദമായ പങ്കാളിത്തവും ആക്റ്റീവ്നെസ്സും ഇത്തരം സംവാദങ്ങളെ അർത്ഥപൂർണമാക്കുന്നു. ഈ ക്ലാസ്സിൽ നിന്ന് ഉൾക്കൊണ്ട ആശയങ്ങൾ വെറുമൊരു കേൾവിയായി അവശേഷിക്കാതെ നമ്മുടെ പ്രവൃത്തികളിലേക്ക് പകർത്തുമ്പോഴാണ് ഈ സമയം സഫലമാകുന്നത്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് വിടാം. നാളെ പുതിയൊരു വിഷയവും പുതിയ ഒരു അതിഥിയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഓൾ.